Digital transformation and how business are adapting to the digital environment. What is digital transformation? Digital transformation is the process of using digital technology to create new or modify existing business process, culture and customer experience to meet changing business and market requirement. മാർക്കറ്റിൽ വരുന്ന മാറ്റങ്ങൾ അതുപോലെ തന്നെ മാർക്കറ്റിന്റെ ആവശ്യങ്ങൾ ബിസിനസ്സിൽ വരുന്ന മാറ്റങ്ങൾ അത് മോഡിഫൈ ചെയ്യുന്നതിന് അതിന്റെ കൾച്ചർ മോഡിഫൈ ചെയ്യുക കസ്റ്റമറിന്റെ എക്സ്പീരിയൻസിന് മാറ്റം വരുത്തുക അതിന്റെ പ്രോസസ്സിൽ ബിസിനസിന്റെ പ്രോസസ്സിൽ മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ പുതിയത് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്ത് പറയാം ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. എന്നാൽ ട്രഡീഷണലിന് നമ്മൾ ഒരു ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയാം ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. ഇറ്റ് ഇൻവോൾവ്സ് integrated digital tools and innovation like cloud computing, data analytics, AI, mobile app, automation into all areas of an organization. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡാറ്റ അനലിറ്റിക്സ്, AI, മൊബൈൽ ആപ്പ്, ഓട്ടോമേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നതിനെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. ദിസ് ട്രാൻസ്ഫോർമേഷൻ ലീഡ്സ് ടു ഗ്രേറ്റർ എഫിഷ്യൻസി. ഈ ട്രാൻസ്ഫോർമേഷൻ ഗ്രേറ്റർ എഫിഷ്യൻസി ലേക്ക് നയിക്കുന്നുണ്ട്, ബെറ്റർ കസ്റ്റമർ സർവീസിലേക്ക് നയിക്കുന്നുണ്ട്, ഫാസ്റ്റർ ഡിസിഷൻ മേക്കിംഗ്, പെട്ടെന്ന് ഡിസിഷനുകൾ എടുക്കാൻ സാധിക്കും, ആൻഡ് ഇന്നോവേഷൻ. പ്രത്യേകിച്ച് ഡാറ്റ അനലിറ്റിക്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഡാറ്റ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കസ്റ്റമറിന്റെ ആവശ്യം എന്തെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് ഡിസിഷനുകൾ എടുക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് യൂസിങ് ടെക്നോളജി. ഇത് ടെക്നോളജി യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഇറ്റ് ഈസ് അബൌട്ട് ചേഞ്ചിങ് ഹൗ എൻ ഓർഗനൈസേഷൻ വർക്ക്സ്. എങ്ങനെയാണ് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത് അതിലൊരു ചേഞ്ച് വരുത്തുക. ഓക്കെ, delivers value to customer in digital age. ഡിജിറ്റൽ ഏജിൽ വാല്യൂസ് ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഇത്. കീ ഫീച്ചേഴ്സ് ഓഫ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ടെക്നോളജി ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേം ഒരു ബിസിനസ് ഓപ്പറേഷൻ എന്ത് ചെയ്യാണ് ടെക്നോളജി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. ടെക്നോളജി അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാണ്. AI, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഇൻഫർമേഷൻ ഓഫ് തിങ്സ്, ബിഗ് ഡാറ്റ, ഓട്ടോമേഷൻ ഇതൊക്കെ ഇതിലേക്ക് നമ്മളൊരു ബിസിനസ് ഫേമിലേക്ക് കൊണ്ടുവരാം. കസ്റ്റമർ സെൻട്രിക് അപ്രോച്ച് focus on enhancing customer experience through personalized, fast and seamless digital service. നമ്മൾ ഇതിൽ വരുത്തുന്നത് കസ്റ്റമർ സെൻട്രിക് ആണ്. കസ്റ്റമറിന്റെ എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഫോക്കസ്. അവർ അതിന് പേഴ്സണലൈസ് ചെയ്തുകൊണ്ട് ഫാസ്റ്റ് ആൻഡ് സീംലെസ് ഡിജിറ്റൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് യൂസസ് ഡാറ്റ അനലിറ്റിക്സ് ടു അണ്ടർസ്റ്റാൻഡ് ട്രെൻഡ്സ്, ബിഹേവിയർ ആൻഡ് പെർഫോമൻസ് ലീഡിങ് ടു സ്മാർട്ടർ ബിസിനസ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഡാറ്റ ലഭ്യമാക്കും. ഓൺലൈനിലൂടെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ അതിലൂടെ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ട്രെൻഡ് എന്ത്, ബിഹേവിയർ എന്ത്, പെർഫോമൻസ് എന്ത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സ്മാർട്ടർ ബിസിനസ് ഡിസിഷൻ എടുക്കാൻ സാധിക്കും. പ്രോസസ് ഓട്ടോമേഷൻ റീപ്ലേസ് മാനുവൽ ടാസ്ക് റീപ്ലേസ് ചെയ്ത് വിത്ത് ഓട്ടോമേറ്റഡ് സിസ്റ്റം ടു ഇംപ്രൂവ് സ്പീഡ്, അക്യുറസി ആൻഡ് എഫിഷ്യൻസി. അതിലൂടെ നമുക്ക് സ്പീഡ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, അക്യുറസി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, എഫിഷ്യൻസി. ഒരു ഓഫീസിൽ ഒരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എല്ലാ സിസ്റ്റത്തെയും മാനേജ് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക് ഒരു ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് അത് ലഭിക്കും, അയാളുടെ ടാസ്ക് പൂർത്തീകരിക്കാൻ ഇങ്ങനെ ഒക്കെ ഓട്ടോമാറ്റഡ് ആണ്. എജിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഇനാബിൾ ബിസിനസ് ടു ക്വിക്ക്ലി അഡാപ്റ്റ് ടു മാർക്കറ്റ് ചേഞ്ച് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കും. ന്യൂ ടെക്നോളജി ആൻഡ് കസ്റ്റമർ നീഡ്സ് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇന്നോവേഷൻ ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഇതിൽ പുതിയ ഇന്നോവേഷനുകൾ വരികയാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റുകൾ നടക്കണം. റിയൽ ടൈം ഓപ്പറേഷൻ മെനി ഡിജിറ്റൽ സിസ്റ്റം ഓഫർ റിയൽ ടൈം മോണിറ്ററിംഗ് ആൻഡ് അപ്ഡേറ്റ്സ്. റിയൽ ടൈം മോണിറ്ററിംഗ് നടക്കുന്നുണ്ട്, റിയൽ ടൈം ആയിട്ടുള്ള അപ്ഡേഷനുകൾ നടക്കുന്നുണ്ട്. ഇംപ്രൂവിംഗ് റെസ്പോൺസീവ്നെസ് ആൻഡ് കൺട്രോൾ. എൻഹാൻസ്ഡ് കൊളാബറേഷൻ ഡിജിറ്റൽ ടൂൾസ് സപ്പോർട്ട് ബെറ്റർ ടീം വർക്ക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അക്രോസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ലൊക്കേഷൻ. ഒരു ബിസിനസ്സിലെ സിസ്റ്റം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. അതുകൊണ്ട് ക്ലൗഡ് ആയിട്ട് നമുക്ക് പ്ലാറ്റ്ഫോമിൽ ക്ലൗഡ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ബെറ്റർ ടീം വർക്ക് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓരോരുത്തർ ചെയ്യുന്ന ടാസ്ക് അതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് വരുമ്പോൾ ബാക്കിയുള്ളവർക്ക് പെട്ടെന്ന് ആ സിസ്റ്റം വർക്ക് ചെയ്യാൻ സാധിക്കും. സെക്യൂരിറ്റി ആൻഡ് കംപ്ലൈൻസ് ഫോക്കസ് ഇൻകോർപ്പറേറ്റ് സൈബർ സെക്യൂരിറ്റി മെഷേഴ്സ് ആൻഡ് അഡേഴ്സ് ടു ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെന്റ്. ഡിജിറ്റൽ ഓപ്പറേഷനിൽ റെഗുലേറ്ററി റിക്വയർമെന്റ്, ലീഗൽ റിക്വയർമെന്റ് വളരെ നിർബന്ധമാണ്. അതായിട്ട് കോർപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ സൈബർ സെക്യൂരിറ്റി ഇഷ്യൂ ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. കൾച്ചർ ഷിഫ്റ്റ് ഇൻ ദ ഓർഗനൈസേഷനിൽ ഒരു കൾച്ചറൽ ഷിഫ്റ്റ് ഉണ്ടാവും. ഇതിലൂടെ ഡിജിറ്റൽ ലിറ്ററസി പ്രൊമോട്ടിങ് ഓപ്പൺ ടു ചേഞ്ചിന് ഓപ്പൺ ആയിരിക്കും. എംപ്ലോയീസ് എംപവർമെന്റ്. ഹൗ ബിസിനസ് ആർ അഡാപ്റ്റ് ടു ദ ഡിജിറ്റൽ എൻവിറോൺമെന്റ്. ഡിജിറ്റൽ എൻവിറോൺമെന്റിൽ എങ്ങനെയാണ് ബിസിനസ് അഡാപ്റ്റ് ചെയ്യുന്നത്?
ഒന്ന് going online. Business are building website, launching mobile apps and listing e-commerce platform like Amazon, Flipkart, Meesho to reach wider audience. പെട്ടെന്ന് എന്താ നമ്മളെ ബിസിനസ് എന്ത് ചെയ്യാണ്, ബിസിനസ്സിന് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യും, പുതിയ ആപ്പുകൾ ലോഞ്ച് ചെയ്യും, ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യും നമ്മളെ സാധനങ്ങൾ. Many are also offering online service such as detailed consultation, classes, booking to remain accessible in the virtual space. Virtual space accessible ആക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ വരെ ഡീറ്റെയിൽ കൺസൾട്ടേഷൻ വരുത്തുന്നുണ്ട്. ക്ലാസ്സസ് ഓൺലൈനിലൂടെ ക്ലാസ്സുകൾ കൊടുക്കുക. ഒരു വലിയ കോച്ചിങ് സെന്ററാണ്, അവർ ഓൺലൈനിലും ക്ലാസ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ എൻവിറോൺമെന്റ് അതിലൂടെ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ദൂരത്തു നിന്നുള്ള ആളുകൾക്ക് ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കും. യൂസിങ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, പുതിയ മാർക്കറ്റിംഗ് ടെക്നോളജിയാണ്, ഡീറ്റെയിൽ മാർക്കറ്റിംഗ് ടെക്നോളജിയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ ടു മാർക്കറ്റ് പ്രൊഡക്ട്സ്, ഇന്ററാക്ട് വിത്ത് കസ്റ്റമേഴ്സ്, ബിൽഡ് ബ്രാൻഡ് വിസിബിലിറ്റി. ബ്രാൻഡിന്റെ വിസിബിലിറ്റി ഒക്കെ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുക. അഡോപ്റ്റ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഫേംസ് ആർ ഷിഫ്റ്റിംഗ് ഡാറ്റ സ്റ്റോറേജ് ആൻഡ് ഓപ്പറേഷൻ ടു ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റം. ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റത്തിലേക്ക് ഡാറ്റ സ്റ്റോറേജ്, ഓപ്പറേഷൻ ഒക്കെ അതിലേക്ക് മാറ്റാം. ഇനാബ്ലിംഗ് റിയൽ ടൈം കൊളാബറേഷൻ ആക്സസ് ഫ്രം എനിവർ. എവിടെ നിന്നും നമുക്ക് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റകൾ നോക്കാൻ സാധിക്കും, അത് യൂസ് ചെയ്യാൻ സാധിക്കും. മെനി ബിസിനസ് ആൾസോ യൂസ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ടൂൾസ് ഫോർ മാനേജിങ് HR, ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുന്നതിന് സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യുന്നുണ്ട്, അക്കൗണ്ടിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്, കസ്റ്റമർ സർവീസ് എഫിഷ്യൻലി. ഡാറ്റ ഡ്രിവൻ സ്ട്രാറ്റജി. ബിസിനസ് ആർ കളക്ടിങ് ആൻഡ് അനലൈസിങ് കൺസ്യൂമർ ഡാറ്റ. പല കൺസ്യൂമറുടെ ഡാറ്റ എടുത്തുകൊണ്ട് കളക്ട് ചെയ്തുകൊണ്ട് അനലൈസ് ചെയ്യാം. ടു അണ്ടർസ്റ്റാൻഡ് പ്രിഫറൻസ് ആൻഡ് മേക്ക് സ്മാർട്ടർ ഡിസിഷൻ. അവരുടെ പ്രിഫറൻസ് എന്ത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഡിസിഷനുകൾ എടുക്കണം. ദേ ആൾസോ യൂസ് AI ആൻഡ് മെഷീൻ ലേണിംഗ് ടു പ്രൊവൈഡ് പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻ, ടാർഗറ്റഡ് അഡ്വർടൈസ്മെന്റ്. ഓരോരുത്തർക്കും വേണ്ട എന്താണോ അഡ്വർടൈസ്മെന്റ് അതിനനുസരിച്ച് പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻ കൊടുക്കുക. നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂട്യൂബ് തുറന്നാൽ അതിൽ വരുന്ന പരസ്യങ്ങൾ നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്ന ആ രീതിയിലുള്ള പരസ്യം, അതാണ് പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷനുകൾ. ഓട്ടോമേഷൻ ഓഫ് ഓപ്പറേഷൻ എന്തായിരിക്കും, ഓട്ടോമേഷൻ ആയിരിക്കും. Routine tasks like billing, stock updates, and email response are automated using digital tool to save time and reduce error. ഒഴിവാക്കാൻ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ബില്ലിംഗ് ഓട്ടോമേറ്റഡ് ആക്കി മാറ്റുന്നുണ്ട്. സ്റ്റോക്കിന്റെ അപ്ഡേറ്റ്സ് പെട്ടെന്ന് ഓട്ടോമേറ്റഡ് ആണ്. ഇമെയിലും പെട്ടെന്ന് റെസ്പോൺസ് കൊടുക്കാം. Chatbot and automated customer support system are also being adopted to provide 24/7 service without human interaction. ഹ്യൂമന്റെ ഇന്ററാക്ഷൻ ഇല്ലാതെ 24/7 സമയത്ത് എന്താണ് കസ്റ്റമർ സപ്പോർട്ടായിട്ട് അവർ ചോദിക്കുന്ന സംശയങ്ങൾക്ക് മറുപടി കാരണം ഹ്യൂമൻ അവിടെ ഉണ്ടാവില്ല. ചാറ്റ്ബോട്ട് ആൻഡ് ഓട്ടോമേറ്റഡ് കസ്റ്റമർ സപ്പോർട്ട് സിസ്റ്റം ആണ് അവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്. റിമോട്ട് വർക്ക് കൾച്ചർ. കമ്പനീസ് ആർ ഇനാബ്ലിംഗ് എംപ്ലോയീസ് ടു വർക്ക് ഫ്രം ഹോം. പുതിയ കാലഘട്ടത്തിൽ വർക്ക് ഫ്രം ഹോം വർദ്ധിച്ച്, പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം. യൂസിങ് ടൂൾസ് ലൈക്ക് സൂം, ഗൂഗിൾ മീറ്റ്, സ്ലാക്ക്, എൻഷുറിംഗ് ബിസിനസ് കണ്ടിന്യൂറ്റി. ഡിജിറ്റൽ പേയ്മെന്റ് നമ്മൾ മുൻപത്തെ വീഡിയോകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ് UPI, മൊബൈൽ വാലറ്റ്, QR കോഡ് പേയ്മെന്റ് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെറ്റ് ബാങ്കിങ് ടു ഓഫർ കൺവീനിയന്റ് ആൻഡ് കോൺടാക്ട്ലെസ് പേയ്മെന്റ് മെത്തേഡ്. ഇതിലേക്കൊക്കെ നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനം വരുമ്പോഴാണ് ഈ പുതിയ വരുന്ന ഡിജിറ്റൽ വേൾഡിൽ ആ ബിസിനസ് സ്ഥാപനം അഡാപ്റ്റ് ചെയ്യുന്നത്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, CRM സിസ്റ്റം ഹെൽപ്സ് ബിസിനസ് സ്റ്റോർ കസ്റ്റമർ ഡാറ്റ, ട്രാക്ക് ഇന്ററാക്ഷൻ ആൻഡ് ഫോളോ അപ്പ് എഫിഷ്യൻലി ഇംപ്രൂവിംഗ് റിലേഷൻഷിപ്പ്. കസ്റ്റമർ ഡാറ്റ സ്റ്റോർ ചെയ്യുക, അവരായിട്ട് ഇന്ററാക്ഷൻ നടത്തുക, ഫോളോ അപ്പ് എഫിഷ്യന്റ് ആയിട്ട് ഈ CRMലൂടെ സാധിക്കും. അതിലൂടെ അവരായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. സൈബർ സെക്യൂരിറ്റി മെഷേഴ്സ് വിത്ത് ഇൻക്രീസ് ഡിജിറ്റൽ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തതുകൊണ്ട് തന്നെ ബിസിനസ്സസ് ആർ സെക്യൂറിംഗ് ഡാറ്റ യൂസിങ് എൻക്രിപ്ഷൻ, ഫയർവാൾസ് ആൻഡ് സെക്യൂർ സെർവേഴ്സ്. ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഡാറ്റകൾ എന്ത് ചെയ്യണം, യൂസിങ് എൻക്രിപ്ഷനിലൂടെ, ഫയർവാളിലൂടെ, സെക്യൂർ സെർവേഴ്സിലൂടെ ആണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ സെക്യൂർ ചെയ്തിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. Embracing innovation and upskilling. Business encourage employees to learn new detailed tools. ഏതൊരു ബിസിനസ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളോടും അവരോട് പുതിയ ഡീറ്റെയിൽ ടൂൾ ലേൺ ചെയ്യാൻ പറയുന്നുണ്ട്. അതിനെ എൻകറേജ് ചെയ്യണം. ആൻഡ് ടെക്നോളജി ടു സ്റ്റേ കോമ്പറ്റീറ്റീവ്. കോമ്പറ്റീറ്റീവ് ആയി നിൽക്കുന്നത്. സം ഈവൻ പാർട്ണർ വിത്ത് എഡ്ടെക് പ്ലാറ്റ്ഫോമായിട്ട് പാർട്ണർ ആയിട്ടാണ് പല ഫേമുകളും വർക്ക് ചെയ്യുന്നത്. ഓർ കണ്ടക്ട് ഇന്റേണൽ ട്രെയിനിങ് പ്രോഗ്രാം ടു എൻഷുർ സ്റ്റാഫ് ആർ ഡീറ്റെയിലി സ്കിൽഡ് ആൻഡ് ഫ്യൂച്ചറിലേക്ക് റെഡി ആയിട്ട് ഡീറ്റെയിലി സ്കിൽഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് എഡ്ടെക് പ്ലാറ്റ്ഫോമായിട്ട് ഇവർ ഒരു കൊളാബറേറ്റ് ചെയ്യും. അങ്ങനെ അവർക്കുള്ള ഇന്റേണൽ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ അവർ നടത്തി കൊടുക്കും. ഈ രീതി ഇതിനെയാണ് എന്താ പറയാ, ഇങ്ങനെയുള്ള പല മെഷേഴ്സും ബിസിനസ് സ്ഥാപനങ്ങൾ എടുത്തു കഴിഞ്ഞാലാണ് ഇവർക്ക് ഡീറ്റെയിൽ എൻവയോൺമെന്റ് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, താങ്ക് യു.